ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയൊരു റവ ഉപ്മാവിൻ്റെ വീഡിയോ ആണ്. മസാലയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയത്. ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നമുക്ക് കറിയൊക്കെ വയ്ക്കാൻ മടി തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ സമയമില്ലാതൊക്കെ ഇരിക്കില്ലേ, സ്കൂളിലൊക്കെ മക്കൾ പോകാൻ റെഡി ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവർക്കൊക്കെ പ്രത്യേകിച്ച് കറി വേണ്ട, പിന്നെ മക്കൾക്ക് ഇഷ്ടമാണ്. ഞാനിങ്ങനെ കുരുമുളകൊക്കെ ഒരുപാടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു എരിവും പിന്നെ ആ മുട്ടയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ സൺഫ്ലവർ ഓയിലും അല്പം നെയ്യും കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നെയ്യ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ടിന്നിൽ അല്പം ഇരുന്നത് ഒന്ന് ഉരുക്കിയിട്ടാണ് ഒഴിച്ചത്. പിന്നെ ഞാനിത് കൂടുതലും സേമിയയിലാണ് ഉണ്ടാക്കുന്നത്, വെർമിസെല്ലി ഇല്ലേ, അപ്പോൾ അതിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മാഗിക്ക് പകരം അവർക്കിങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമായി അതും മറന്നുപോയി, വെർമിസെല്ലി വാങ്ങണമെന്നുള്ള കാര്യമേ. അപ്പോൾ എന്താ സവാളയും രമ്പയിലയാണ്, അത് വീട്ടിൽ തന്നെ ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ മസാലക്കറികളിലൊക്കെ അങ്ങിടും. അപ്പോൾ സവാള ഒന്ന് വഴറ്റി, നമുക്ക് ഉപ്പുമാവിന് അങ്ങ് നല്ല വഴറ്റിയെടുക്കണമെന്നില്ലല്ലോ. ഇനി തക്കാളിയും ഉണ്ട്, പിന്നെ ഇഞ്ചിയും. ഞാൻ ഇത് ചെയ്യുന്നതിന് മുന്നേ റവ ഒന്ന് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടു. ഇനി ഇഞ്ചിയും കൂടി ഇടണം. അതിനുശേഷം എല്ലാ മസാലപ്പൊടികളാണ് ഇടേണ്ടത്. അത് കഴിഞ്ഞ് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്നലെ എന്നെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ എടുത്തപ്പോൾ ഞാനൊരു പുതിയ സബ്സ്ക്രൈബറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും എന്നെ വിളിക്കുകയുടെ, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ആണ് വിളിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്, പേര് റസീന എന്നാണ്. ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും. എന്തൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാണ്, സോപ്പ് ഉണ്ടാക്കുന്നതിനെ പറ്റിയേ. അപ്പോൾ അവർക്കും ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പിന്നെ പേടിയാണ്, ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് വിളിച്ചത്. അപ്പോൾ അവരൊരു കാര്യമാണ് ചോദിച്ചതെങ്കിലും ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് അടുപ്പമുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് പോലെയാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്, പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അടുക്കും. അപ്പോൾ അവർക്കും സന്തോഷമായി, പിന്നെ അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റിൽ ഒരു ഫ്രണ്ടിനെ കൂടി കിട്ടി. അപ്പോൾ എൻ്റെ നമ്പർ എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു കമൻറ്റിന് മറുപടിയായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറാണ് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ അവർ വിളിച്ച് നോക്കാമെന്ന് കരുതി വിളിച്ചതാണ്. എന്തായാലും സന്തോഷമായി. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം, ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉടനെ ഇളക്കാൻ പാടില്ല, എങ്കിൽ അതങ്ങ് പൊടിഞ്ഞ് ചേർന്ന് നമുക്ക് ഈ മുട്ട പീസായിട്ട് കിട്ടില്ല. അപ്പം ഒന്ന് പൊരിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരം ഞാൻ വെച്ചിരുന്നേ. അത് കഴിഞ്ഞ് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു. ഉപ്പുമാവിനൊരു മഞ്ഞ നിറം വരുന്നത് കാണാൻ രസമാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും, എന്നിട്ട് ഞാൻ ഇട്ട മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയി, നല്ല കളറില്ലായിരുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇട്ടത് ഗരം മസാലയാണ്. അപ്പോൾ അല്പം ഗരം മസാല, പിന്നെ അത് കഴിഞ്ഞ് ചിക്കൻ മസാലയൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഉള്ളിക്കറി വെച്ചാലും കടലക്കറി വെച്ചാലും ഒക്കെ അല്പം ഇടും. പിന്നെ അത് കഴിഞ്ഞ് കുരുമുളക് ഞാൻ കൂടുതലായിട്ട് തന്നെ എടുത്തു. എന്നിട്ട് ലാസ്റ്റ് കുറച്ചങ്ങ് വേണ്ടാന്ന് കരുതി ഇട്ടില്ല. അല്ല, ചിലപ്പോൾ മോന് എരിവ് കൂടിയിട്ടേ ഇനി അവൻ കഴിച്ചില്ലെങ്കിലോ, ഇനി സ്കൂളിൽ പോകാൻ നിൽക്കുകയാണേ, ഇനി കഴിക്കാതെ പോവും, പിന്നെ നമുക്കത് ഒരു വിഷമമായിരിക്കും, ഒന്ന് ഉണ്ടാക്കിയിട്ടും കഴിച്ചില്ലല്ലോ എന്നേ. അപ്പോൾ ഇങ്ങനെയൊക്കെ മസാലയൊക്കെ ഇട്ട് അവനും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ, സേമിയയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇതുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയും, വൈകുന്നേരമൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ പറയും ഉണ്ടാക്കി കൊടുക്കാൻ. ഇനി നമുക്ക് ഈ മസാലയും മുട്ടയെല്ലാം കൂടി മിക്സ് ചെയ്ത് ചിക്കിയെടുക്കണം. ചിക്കിയെടുത്ത് മാറ്റണ്ട, ഈ പാത്രത്തിൽ തന്നെ ഇതിൽ തന്നെ വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ റവ ഇടും. അപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്യണേ. ഒരുവിധം കഷ്ണങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അപ്പോൾ റവയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഒന്നി കൂടിപ്പോകും, അല്ലെങ്കിൽ കുറഞ്ഞു. പക്ഷേ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെ വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും മതി. മീതെയൊക്കെ ഒന്ന് വെള്ളം കുറവാണെങ്കിൽ പച്ചവെള്ളം തളിച്ചിട്ട് ഞാനങ്ങ് ഒതുക്കി എല്ലാം കൂടി ഒന്ന് അമർത്തി വയ്ക്കും. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് മാത്രമാണ് ഞാനത് ഇളക്കി യോജിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുവിധം മസാലയൊക്കെ മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം ഒഴിക്കുമ്പോഴും ഇത്ര എന്നുള്ള അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്തൊരു പരിചയം വെച്ചങ്ങ് ചെയ്യുന്നതാണേ. ഈ വെള്ളമൊക്കെ എന്നും ഒരു പാത്രത്തിൽ അളവൊന്നും എടുത്ത് അങ്ങനെയൊന്നുമല്ല ഒഴിക്കുന്നത്. നമ്മളെടുത്ത റവയ്ക്കനുസരിച്ച് ഇത്രയും മതിയായിരിക്കും എന്നൊരു കണക്ക് കൂട്ടലിൽ ഒഴിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചു. എന്നിട്ട് തിളയ്ക്കാറായപ്പം തോന്നി കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ട് വീണ്ടും ഞാൻ ഒഴിച്ചു. പിന്നെ നമുക്ക് കുറവുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കാമെന്ന് കരുതി. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര മിക്സ് ചെയ്താലും എല്ലാം കൂടി ഒരു ബോളായിട്ട് വരും, കട്ടയായി പോകും. പിന്നെ ഉപ്പ് നോക്കിയില്ലല്ലോ,
ആദ്യം ഞാൻ സവാള വഴറ്റിയപ്പോൾ തന്നെ കൂടുതൽ ഉപ്പിട്ടിരുന്നേ, അത് പറയാൻ മറന്നുപോയി. അത് ഞാൻ ഇടാൻ കാരണം ഇപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സവാള വഴറ്റിയപ്പോഴേ ഒരുപാട് ഉപ്പാണ് ഇട്ടത്. അപ്പോൾ ഉപ്പ് കുറവും തോന്നിയതുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടു. പിന്നീട് കറക്റ്റായി. നമ്മൾ നെയ്ച്ചോറൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് കൂടുതലായിട്ട് നിൽക്കണ്ടേ, നമുക്ക് ആ ചോറിലൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് ഇതിലും കുറച്ച് ഉപ്പ് ഇങ്ങനെ അധികം നിൽക്കണം, എങ്കിലേ കറക്റ്റ് ആവൂ. അപ്പോൾ ഞാൻ പിന്നീടാണ് വെള്ളം കുറച്ചും കൂടി ഒഴിച്ചത്. തിളയ്ക്കാറായപ്പോൾ എനിക്ക് തോന്നി കുറച്ച് വെള്ളം കൂടി വേണമെന്ന്. അങ്ങനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി റവ ഇതിലോട്ട് തട്ടണം. അപ്പോൾ ഈ സമയം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് റവ ഇതിലോട്ട് തട്ടുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ആകത്തക്ക രീതിയിലാണ് ഞാൻ തട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നടുക്കൊണ്ടൊന്നും തട്ടാതെ നിങ്ങൾക്കതൊക്കെ അറിയായിരിക്കും. അങ്ങനെ ഞാൻ റവയൊക്കെ ഒന്ന് തട്ടി വന്നപ്പോൾ വെള്ളം കുറവായിരുന്നു. മീതെ അധികം വെള്ളമില്ല, പക്ഷേ അടിയിൽ ഒരുപാട് വെള്ളമുണ്ട്. നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ ശരിയാവും. സാധാരണ വെള്ളം തികഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനിത് ഇളക്കാൻ പോവില്ല. നമ്മൾ തട്ടിയ ഉടനെ ഇങ്ങനെ ഇളക്കാൻ പാടില്ല. കുറച്ച് നേരം ഇങ്ങനെ ആ ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ ഉപ്പുമാവേ. അപ്പോൾ ഇപ്പം ഞാൻ മീതെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യണേ. അപ്പോൾ അധികം വെള്ളം ഇനി ഒഴിക്കണ്ട, ആ നനവില്ലാത്ത ഭാഗം മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ കെറ്റിലിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ ആ നനവില്ലാത്ത റവയിലൊന്ന് നനച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ചെറിയ വേവല്ലേ ഉള്ളൂ ഈ റവയ്ക്ക്. അപ്പോൾ ഈ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ ഈ ചൂടിലിരുന്ന് തന്നെ അതങ്ങ് വേവും. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അമർത്തി വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിക്കുകയാണേ. ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നു. ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് ഒതുക്കി വെക്കണം, എല്ലാ സൈഡിൽ നിന്ന് ഒതുക്കി അമർത്തി വെക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അടിഭാഗത്തുള്ള റവയൊക്കെ ആ ചൂടത്തൊന്ന് വേവും. ഇപ്പം മീതെ നല്ല നനവുണ്ടായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, നല്ല ഈർപ്പം ഉണ്ടായിരുന്നേ. ഇനി നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ ശരിയാവും. അപ്പോൾ ഞാനിങ്ങനെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനതെടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുത്തു. ഇനി നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പം ചെറിയ ഫ്ലെയിമിൽ നമ്മൾ വെച്ചിരുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ അടിഭാഗത്തുള്ള റവയൊക്കെ ഒന്ന് നല്ലവണ്ണം വെന്ത് കിട്ടും. പിന്നെ നമ്മൾ മീത ഭാഗത്തുള്ള സംഭവമൊക്കെ മീതയുള്ള റവയൊക്കെ അടി പോവുകയല്ലേ, അപ്പോൾ അതും ഇനിയുള്ള ചൂടിലിരുന്ന് വെന്തോളും. അപ്പോൾ ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമ്മളിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഈ തീ ഓഫ് ചെയ്തിട്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഒതുക്കുന്ന കണ്ടോ. ഞാൻ ആ മീത ഉള്ളതൊക്കെ ഒന്ന് അടിയിലാക്കി, അടിയിലുള്ള ഭാഗമൊക്കെ മീതയും വന്നു. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതേപോലെ വീണ്ടും ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കും. ഒതുക്കി അടച്ചു വെച്ചിട്ടേ നമ്മൾ സാധാരണ വിളമ്പാൻ സമയമാകുമ്പോഴായിരിക്കും ഇനി ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഉടച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ വേവും. പക്ഷേ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിരുന്നു. നമ്മളിപ്പോൾ വെള്ളത്തിലിട്ട് ഇളക്കി വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ഇരുന്നപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവായിരുന്നു. പിന്നെ നെയ്യൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിൽ നെയ്യ് കുറച്ചാണ് ഒഴിച്ചത്. പിന്നെ സൺഫ്ലവർ ഓയിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നേ. ഇപ്പോൾ തീയില്ല, വെറുതെ ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പോയി പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനെ സ്കൂളിൽ വിടാനുള്ളേ. അപ്പോൾ ഞാനിങ്ങനെ പുറകെ പറഞ്ഞാലേ അവൻ റെഡിയാവും. അപ്പോൾ ഇനി ഞാനൊന്ന് ഉടച്ച് കാണിച്ചു തരാം. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് ഉടയ്ക്കുമ്പോൾ തന്നെ നല്ലവണ്ണം ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മാറും. റവ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു, അതാണ് വെള്ളം തികയാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര എടുക്കില്ല. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഇനി ഞാൻ റോസ് മിൽക്ക് ഗ്ലിസറിൻ സോപ്പാണ് ഉണ്ടാക്കുന്നത്. കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അമ്മൂസ് ലേണിംഗ് ചാനലിൽ ക്ലാസ്സൊക്കെ ഇടാനുള്ളത് കൊണ്ടേ സമയം കിട്ടിയില്ല. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി റോസ് മിൽക്ക് ഗ്ലിസറിൻ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാനിത് പ്ലേറ്റിലോട്ട് എടുക്കുകയാണേ. ഞാൻ പറഞ്ഞില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഉണ്ടായിരുന്നെങ്കിലേ കുറച്ച് കളർഫുള്ളായേനെ. ഞാനിട്ടത് കുറഞ്ഞു പോയി. അപ്പോൾ പ്ലേറ്റിലോട്ട് എടുത്തിട്ട് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ മുട്ടയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് നല്ലൊരു ഉപ്പുമാവ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഞാൻ പറഞ്ഞതുപോലെ സേമിയയിൽ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.